ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ട്രിവാൻഡ്രം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ട്രിവാൻഡ്രത്ത് തന്നെ നിന്നല്ലോ. അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത് മോഹൻകുമാർ സാറിൻ്റെ വീട്ടിലാണ്. മോഹൻകുമാർ സാറിൻ്റെ രാജ്യാൻ്റിൻ്റെ വീട്ടിൽ നമ്മൾ തലേദിവസം വന്നു, അവിടെ സ്പെൻഡ് ചെയ്തു. ഫുൾ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ കൂട്ടത്തിൽ ഒന്ന് വീടും പരിസരമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. മോഹൻകുമാർ സാർ IAS ഓഫീസറാണ്. പാലക്കാടും കോഴിക്കോടും ഒക്കെ കളക്ടറായിട്ടിരുന്നിട്ടുണ്ട്. അതേപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം റിട്ടയർഡ് ആയപ്പം അങ്കിള് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ചെയർമാനായിട്ടാണ് റിട്ടയർഡ് ആയത്. ഇത് അങ്കിളിൻ്റെ വീട്ടിൽ തന്നെയുള്ളൊരു വർക്ക് സ്പേസാണ് കേട്ടോ. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അങ്കിളൊരു സാഹിത്യകാരനാണ്. അങ്കിൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതേപോലെ തന്നെ വയലാർ അവാർഡ്, ഇതൊക്കെ നേടിയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അങ്കിളിൻ്റെ ആ ഒരു വർക്ക് സ്പേസ് എന്ത് രസമാണല്ലേ. ബുക്സും അതുപോലെ അങ്കിളിനെ കിട്ടിയ അവാർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഷെൽഫിൽ ഫുള്ള് അങ്കിൾ എഴുതിയ ബുക്ക്, അതിൻ്റെ തന്നെ പരിഭാഷ പല ഭാഷയിലോട്ട് മാറ്റിയേക്കുന്നതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബാക്കി ഷെൽഫുകളിൽ അങ്കിൾക്ക് വായിക്കാനുള്ള ബുക്ക്, അതേപോലെ അവിടെ ഇല്ലാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. എന്താ ഞാൻ പറയുക, അത്ര മനോഹരമാണ്. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ബാക്ക് യാർഡിലൊരു ഗാർഡൻ ഉണ്ട്, ഒരു ചെറിയ അടുക്കളത്തോട്ടം. പക്ഷേ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് ഒരു താമരയായിരുന്നു. ആ താമര സഹസ്രദള പത്മം എന്ന് പറയും, 1000 ഇതിലുള്ള താമരപ്പൂവ്. പിന്നെ പ്ലാവ് എല്ലാം ഉണ്ട്, പ്ലാവ് മാവ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ നിന്ന ദിവസം. അപ്പം എൻ്റെ ബർത്ത്ഡേ എനിക്ക് എൻ്റെ ഫാമിലിയും അതേപോലെ അങ്കിളുടെ ആൻറ്റിയുടെയും പിന്നെ ആൻറ്റിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, കൊച്ചുമോൾ ആൻറ്റി, അവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നതിന് മുമ്പുള്ള ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അങ്കിളിൻ്റെ ആൻറ്റിയുടെയും ഒക്കെ കൂടെ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് വെച്ച് പിടിച്ചത് വേറെ എങ്ങോട്ടും അല്ല, നേരെ ബാലരാമപുരത്തോട്ടാട്ടോ പോയത്. അതെന്തിനാണെന്നല്ലേ, ബാലരാമപുരത്ത് ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്. ട്രിവാൻഡ്രം വന്നാൽ ബാലരാമപുരം പോവും. മുമ്പൊക്കെ പോയിരുന്ന നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് സെറ്റ് എടുക്കാനാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ കണ്ടാങ്കിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കണ്ടാങ്കിയിലോട്ടുള്ള വിഷു കളക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ പവർ ലൂമിലുള്ളതൊക്കെ ആദ്യം നോക്കുകയാണ്. ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് പവർ ലൂമിലുള്ള സെറ്റുമുണ്ട്, അതുപോലെ തന്നെ സെറ്റ് സാരീസ് എല്ലാം നമ്മൾ നേരത്തെ വന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും ബാലരാമപുരത്ത് പോകും. ബാലരാമപുരം കൈത്തറിയുടെ ഒരു പ്രത്യേക സ്നേഹമാണ്. നമ്മുടെ തൊട്ടടുത്ത് ചേന്ദമംഗലം ഉണ്ടെങ്കിലും അതേപോലെ കൂത്താമ്പള്ളിയൊക്കെ നമുക്ക് അടുത്താണെങ്കിലും, പക്ഷേ ബാലരാമപുരം കൈത്തറിയാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് പവർ ലൂമിലുള്ള ഐറ്റംസൊക്കെ ഈ അച്ഛൻ്റെ അമ്മയുടെയും കടയിൽ നിന്ന് കിട്ടി. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ കട, അവർ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. ഇവരാണ് ആദ്യമായിട്ട് അവിടെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ അവർ പറയുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് നേരെ പർച്ചേസും കഴിഞ്ഞ് അടുത്ത് പോയത് ബാലരാമപുരത്ത് തന്നെയുള്ള ഹാൻഡ്ലൂം സൊസൈറ്റിയിലോട്ടാണ് കേട്ടോ. അവിടെ ആണെങ്കിലും എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ അമ്മയും ചേച്ചിയൊക്കെ. നമ്മൾ കുറേ അടുത്തായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ വിഷുവിനും ഓണത്തിനും ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഹാൻഡ്ലൂം സെറ്റ് സാരീസാണ്, സെറ്റ് മുണ്ടും ഒക്കെയാണ് അമ്മയ്ക്കും എനിക്കും ഒക്കെ വേണ്ടി പർച്ചേസ് ചെയ്തത്. ഇതാണ് ചേച്ചിയാണ് എനിക്ക് എപ്പോഴും ഓൺലൈൻ വഴി ഫോട്ടോസൊക്കെ അയച്ചു തന്ന് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ വേണ്ട അവിടെ തന്നെ കണ്ടോ ഹാൻഡ്ലൂം നെയ്യാനായിട്ടുള്ള ആ നൂല് സെറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ അതേ ആൻറ്റി കുറേ സെറ്റ് മുണ്ടും സെറ്റ് സാരീസും ഒക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. പുതിയ വന്നേക്കുന്ന കളക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതിൽ നിന്ന് ആക്ച്വലി 2 സെറ്റ് സാരി വാങ്ങിച്ചു. പിന്നെ അമ്മ ഒരു സെറ്റും മുണ്ടും വാങ്ങിച്ചു. സെറ്റ് സാരി നമുക്ക് സെയിലിനാണ്. പിന്നെ അപ്പായ്ക്ക് കുറേ മുണ്ടും വാങ്ങിച്ചു കേട്ടോ. അപ്പായ്ക്കും നിഖിലിനും മിത്രനും ഒക്കെ ഓണം വിഷുവിനും ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് മുണ്ടെടുക്കുന്നത് ഇപ്പം സ്ഥിരമായിട്ട്. അതെല്ലാം കഴിഞ്ഞ് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോവുകയാണ്. അപ്പോൾ അതേ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ കൊച്ചിക്ക് പോകുന്നത്. ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ കൊച്ചിയിലെത്തിയിട്ട് കാണാം. അതുവരേക്കും ബായ്.